നേരത്തെ 9 മണിയോടെ കൂടെ എത്തിച്ചേരുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് വിമാനം. എന്നാൽ ഇപ്പോൾ 10:30 ആവുമെന്ന് അറിയിച്ചിരിക്കുന്നുണ്ട്. അസാധാരണമായി വൈകുകയാണോ? എന്തെങ്കിലും കാരണങ്ങൾ പറയുന്നുണ്ടോ? അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വ്യോമസേനയുടെ പ്രത്യേക വിമാനം അത് 3:30 പുറപ്പെടേണ്ടിയിരുന്നതാണ് കുവൈത്തിൽ നിന്നും. പക്ഷേ അത് 5:10 കൂടിയാണ് പുറപ്പെട്ടിരിക്കുന്നത്. അതാണ് ഈ വൈകാൻ കാരണമായി മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും അല്പസമയം മുമ്പ് നമ്മൾ എറണാകുളം റേഞ്ച് DIG പുട്ട വിമലാദിത്യയുടെ പ്രതികരണം കേട്ടിരുന്നതാണ്. അദ്ദേഹം പറയുന്നത് 10:30 കൂടി മാത്രമേ ഈ പ്രത്യേക വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അതിനുശേഷം മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനും കഴിയുകയുള്ളൂ. നേരത്തെ 8:30 കൂടി എത്തുമെന്ന് അറിയിച്ചിരുന്നതാണ്. പക്ഷേ 2 മണിക്കൂറാണ് വൈകുന്നത്. 10:30 കൂടി മാത്രമേ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുകയുള്ളൂ. എന്തായാലും ഞാൻ നിൽക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഇമ്പോർട്ട് കാർഗോ ടെർമിനലാണ്. ഇവിടെയാണ് ഈ ടേബിളുകളൊക്കെ തന്നെ സജ്ജമാക്കിയിരിക്കുന്നത്. അതായത് മൃതദേഹം ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ പൊതുദർശനത്തിനുള്ള ടേബിളുകളാണ് നമ്മൾ കാണുന്നത്. ഇതൊരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. മറുഭാഗത്താണ് ഈ വിമാനം ലാൻഡ് ചെയ്യുക. അങ്ങനെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ മൃതദേഹങ്ങൾ, അതായത് മൊത്തത്തിൽ 31 മൃതദേഹങ്ങളാണുള്ളത്. 45 മൃതദേഹങ്ങളുമായിട്ടാണ് കുവൈത്തിൽ നിന്നും ഈ പ്രത്യേക വിമാനം യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. അതിൽ 31 മൃതദേഹങ്ങളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറക്കുക. 23 മലയാളികളും 7 തമിഴ്നാട് സ്വദേശികളും ഒപ്പം ഒരാൾ കർണാടക സ്വദേശിയുമാണ്. ഈ 31 മൃതദേഹങ്ങൾ ഇവിടെ ഇറക്കി കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള മൃതദേഹങ്ങളുമായിട്ട്, അതായത് 14 മൃതദേഹങ്ങളുമായിട്ട് വിമാനം ഡൽഹിയിലേക്ക് പോവുകയും ചെയ്യും. എന്തായാലും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഈ വിമാനത്തിൽ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം കൂടി ഇവിടേക്ക് എത്തുന്നുണ്ട്. ഒരുപക്ഷേ ഈ പൊതുദർശനത്തിൽ അദ്ദേഹം പങ്കെടുക്കുമോ, അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടേക്ക് വരുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. അതിലൊരു ക്ലാരിറ്റി വരേണ്ടതുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ വരുത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരും ഇവിടേക്ക് എത്തിച്ചേരുക. 10 മണിക്ക് ശേഷമായിരിക്കും മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ഇവിടേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവിടേക്ക് എത്തിയിരുന്നു. മന്ത്രി കുവൈത്തിലേക്ക് പോകാൻ ശ്രമിച്ചിരുന്നതാണ്. പക്ഷേ അവസാന നിമിഷം യാത്രാ അനുമതി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരുന്നു. അതിന് പിന്നാലെ ആരോഗ്യമന്ത്രി ഇവിടെ തന്നെ നിന്നുകൊണ്ട് കാര്യങ്ങൾ ക്രമീകരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. അതിന് പിന്നാലെയാണ് മറ്റ് മന്ത്രിമാർ കൂടി ഇവിടേക്ക് എത്തുകയും ചെയ്യുക. എന്തായാലും ഈ വിമാനം ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കും. അതിനുശേഷം സർക്കാർ ഏറ്റുവാങ്ങും. അതായത് സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ച് തന്നെ, അതായത് മുഖ്യമന്ത്രി, മന്ത്രിമാരായ P. രാജീവ്, K. രാജൻ എന്നിവർ ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങും, അന്തിമോപചാരം അർപ്പിക്കും. അതിനുശേഷം ഇവിടെ പൊതുദർശനമുണ്ടാകും. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മരിച്ചവരുടെ ബന്ധുക്കൾ കൂടി ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ്. അവർക്ക് കൂടി അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ കൂടിയാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന പോലെ തന്നെ ടേബിളുകൾ അതിനായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വേഗത്തിൽ തന്നെ ആംബുലൻസിലേക്ക് കയറ്റി ഈ കൊണ്ടുപോകാൻ, അത് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ മുജുത്തപ്പ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ആംബുലൻസ് ഏത് വിധത്തിലുള്ള ക്രമീകരണങ്ങൾ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. കൂടുതൽ മൃതദേഹം കൊണ്ടുപോകേണ്ടത് പത്തനംതിട്ടയിലേക്കാണ്. 5 മൃതദേഹങ്ങളാണ് അവിടേക്ക് മാത്രം കൊണ്ടുപോകേണ്ടത്. ഓരോ ആംബുലൻസിനുമൊപ്പം ഒരു പോലീസ് വാഹനം അകമ്പടിയായി ഉണ്ടാകും. ഒപ്പം 4 മൃതദേഹം കൊല്ലത്തേക്കും 3 കണ്ണൂരിലേക്കും 2 വീതം തിരുവനന്തപുരം, കാസർഗോഡ്, 1 ആലപ്പുഴ, ഇത്തരത്തിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. എന്തായാലും എല്ലാ